വി.ഡി. സതീഷിനെതിരായ NSS വിമർശനത്തിന് പിന്നിൽ ചെന്നിത്തലയെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തല നടത്തിയ നീക്കമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനും പഴയ എ ഗ്രൂപ്പ് നേതാക്കളെ ഒപ്പം നിർത്താനും ശ്രമം തുടങ്ങി ചെന്നിത്തല. വി.ഡി. സതീഷിന്റെ ശൈലിയോട് KPCC അധ്യക്ഷൻ മുതിർന്ന നേതാക്കൾക്ക് എല്ലാം തന്നെ അതൃപ്തിയാണ് എന്നുള്ളതാണ്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വീണ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ വി.ഡി. സതീശനെ അങ്ങ് തീർത്തു കളഞ്ഞു എന്ന് പറയാം. അത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് സമുദായ നേതാക്കൾ ഉന്നയിച്ചത്. എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് കോൺഗ്രസിനെ ഒരു വിഭാഗം തന്നെ ഉന്നയിക്കുന്ന ചോദ്യമായി മാറിക്കഴിഞ്ഞു. കാരണം അവർക്ക് ഈ ചെന്നിത്തലയുടെ നീക്കങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ വീണ? തീർച്ചയായും രാഖി, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി സ്ഥാനം, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ചെന്നിത്തലയുടെ മനസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനമാണുള്ളത്. ആ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ചില പരിണിത പ്രവർത്തികൾക്ക്, അതായത് വി.ഡി. സതീശനോട് സമുദായ സംഘടനയിലെ നേതാക്കൾക്ക് അതൃപ്തി തോന്നാൻ കാരണമായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 11 വർഷം നീണ്ടുനിന്ന ഒരു പിണക്കം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് പെരുന്നയിലെത്തി ഇദ്ദേഹവുമായി NSS ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആ ഒരു പിണക്കം അവസാനിപ്പിച്ചത്. ഇത്രയും വർഷത്തെ ഒരു നീണ്ട കാലയളവ് ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് വി.ഡി. സതീശനെ വിമർശിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്തെത്തുകയും അതിന് പിന്നാലെ തന്നെ വെള്ളാപ്പള്ളിയും ഇത്തരത്തിലുള്ളൊരു പരാമർശമൊക്കെ, അതായത് വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ആകാനുള്ള നീക്കം ചെന്നിത്തല ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കത്തിന്റെ പരിണിത ഫലമായി തന്നെയാണ് സമുദായ സംഘടനകൾ വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്നത് നമ്മൾ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതും കണ്ടു. തൊട്ട് പിന്നാലെ തന്നെ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില തീവ്ര ഇസ്ലാമിക ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും അവരുടെ പൊതുപരിപാടികളിലുമൊക്കെ അവരെ ന്യായീകരിക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളുമായി വി.ഡി. സതീശൻ വരികയാണ് ചെയ്തത്. ഇത് സമുദായ സംഘടനകളെ ചൊടിപ്പിക്കുന്ന തരത്തിൽ, ഹൈന്ദവ സമുദായ സംഘടനകളെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് നടത്തിയത്. തൊട്ട് പിന്നാലെയാണ് പരസ്യ പ്രതികരണം, അതായത് സുകുമാരൻ നായരെയും ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള വി.ഡി. സതീശന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ കോൺഗ്രസിൽ അതൃപ്തിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന വി.ഡി. സതീശന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഒരു പക്ഷ നേതാക്കൾ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വി.ഡി. സതീശന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് സമുദായ നേതാക്കളെ പൊതുമധ്യത്തിൽ തന്നെ ഇത്ര അവഹേളിക്കുന്ന, അവരുടെ അതൃപ്തിക്ക് കാരണമാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവർ ഒരിക്കലും അംഗീകരിക്കില്ല, അത് തിരിച്ചടിക്ക് കാരണമാകുമെന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. മാത്രമല്ല ഇതുവരെയും വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ പോലും രംഗത്തെത്തിയിട്ടില്ല. ഒരു വിഭാഗം നേതാക്കൾക്ക് വി.ഡി. സതീശൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഭാഗത്ത് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് വി.ഡി. സതീശനോടുള്ള അതൃപ്തി പാർട്ടിക്കകത്ത് വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐ ഗ്രൂപ്പിനെ ഒപ്പം നിർത്തിയും ഒപ്പം തന്നെ എ ഗ്രൂപ്പിലെ മിക്കവാറും നേതാക്കളെ കണ്ടെത്തി അവരുമായിട്ടുള്ള ചില നിലനിന്ന അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണെന്നും പറയാൻ സാധിക്കും. രാഖി, ശരി വീണു.